മക്കളെ ടൈപ്പിസ്റ്റിന്റെ നോട്ടിഫിക്കേഷൻ നമ്മൾ കാത്തിരുന്ന പോലെ 17-ാം തീയതി തന്നെ വന്നിട്ടുണ്ട്. രണ്ട് നോട്ടിഫിക്കേഷൻ ആണ് നമുക്ക് വന്നിട്ടുള്ളത്. ഒന്ന് കേരള സ്റ്റേറ്റ് പൗൾട്രി ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിലേക്കുള്ള നോട്ടിഫിക്കേഷനും അതുപോലെ വേരിയസ് ഗവൺമെന്റ് ഓൺഡ് കമ്പനി കോർപ്പറേഷൻ ബോർഡുകളിലേക്കുള്ള നോട്ടിഫിക്കേഷനും. ഈ രണ്ട് നോട്ടിഫിക്കേഷനും ഒരുമിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പരീക്ഷ അടുത്ത് തന്നെ പ്രതീക്ഷിക്കാം. നമ്മൾ ഒരുപാട് കാലമായിട്ട് ഈ ഒരു മേഖലയിൽ നോട്ടിഫിക്കേഷന്റെ ഒരു ദൗർലഭ്യം ഉണ്ടായിരുന്നല്ലേ. നിങ്ങൾ ഒരുപാട് പേര് പഠനത്തിൽ പിന്നോക്കം പോയിട്ടുണ്ട്. മാത്രമല്ല ഒത്തിരി പേര് നമുക്കിപ്പോൾ നിലവിൽ KGT ഡിപ്ലോമ പാസ്സായി വന്നിട്ടുണ്ട്. അപ്പൊ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു കിടിലൻ ചാൻസ് ആണ് നമ്മുടെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി. അപ്പൊ ഈ ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് നിങ്ങൾക്ക് ഒരുപാട് അറിയാൻ താല്പര്യം ഉണ്ടായിരിക്കും. അപ്പോൾ ബേസിക് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. സഹകാരിയുടെ പ്ലാനിനെ കുറിച്ച് പിന്നെ പറയാം. അപ്പോൾ നമുക്കിപ്പോൾ വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ ഒന്ന് എന്താണ്, വേരിയസ് കമ്പനി കോർപ്പറേഷനിലേക്കുള്ള LD ടൈപ്പിസ്റ്റ് ആണ്. അതിൽ എത്രത്തോളം വേക്കൻസികൾ കഴിഞ്ഞ പ്രാവശ്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അതുപോലെ എത്രത്തോളം അഡ്വൈസ് പോയിട്ടുണ്ട്, എത്ര കട്ട് ഓഫ് മാർക്ക്, ഇതെല്ലാം പറഞ്ഞുതരാം. അതിനു മുന്നേ നിങ്ങൾക്ക് എല്ലാവർക്കുള്ള സംശയം എന്ന് പറയുമ്പോഴത്തേക്കും ഇതിനകത്തുള്ള ക്വാളിഫിക്കേഷനെ കുറിച്ചാണ്. LD ടൈപ്പിസ്റ്റ് എന്ന നമ്മുടെ പോസ്റ്റിന്റെ പേര് അല്ലെ. മറ്റു പല സ്ഥലങ്ങളിലും നിങ്ങൾ ഒരുപക്ഷെ ഹയറിന്റെ കാര്യം പലരും പറഞ്ഞു കേട്ടിട്ടുണ്ടാവും. പക്ഷെ അതിനെക്കുറിച്ചുള്ള ധാരണ ഇല്ലാത്തതുകൊണ്ടാണ്. പക്ഷെ ഇവിടെ ഹയറിന്റെ ആവശ്യമില്ല മക്കളെ. ഇവിടെ എന്താ വേണ്ടത്, നമുക്ക് പാസിന് SLC അല്ലെങ്കിൽ ഇക്വലന്റ്, അതിനോടൊപ്പം ടൈപ്പ് റൈറ്റിംഗ് മലയാളം ലോവർ KGT, അതിനോടൊപ്പം ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് ലോവർ KGT, അതിനോടൊപ്പം വേർഡ് പ്രോസസിംഗ് അല്ലെ. 2002 ശേഷമുള്ള ആൾക്കാരാണെങ്കിൽ കുഴപ്പമില്ല. അതിന് മുന്നേ ആണെന്നുണ്ടെങ്കിൽ വേർഡ് പ്രോസസിംഗിന്റെ ഡിപ്ലോമ പേപ്പറും കൂടെ നമുക്ക് എക്സ്ട്രാ പാസ്സായി എടുക്കണം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. രണ്ടിന്റെയും ക്വാളിഫിക്കേഷൻ, രണ്ട് പോസ്റ്റിന്റെയും ക്വാളിഫിക്കേഷൻ സെയിം ആണ്. ഇവിടെ നമുക്ക് ഈ പറഞ്ഞ കാറ്റഗറി നമ്പർ മാറിപ്പോരെ 107/2025 ആണ് കമ്പനി കോർപ്പറേഷന്റെ കാറ്റഗറി നമ്പർ. അതുപോലെ 106/2025 ആണ് എന്താണ് KSPDCയിലേക്കുള്ള ടൈപ്പിസ്റ്റിന്റെ കാറ്റഗറി നമ്പർ. അവിടെ നിലവിൽ ആന്റിസിപ്പേറ്റഡ് വേക്കൻസി ഒരു വേക്കൻസിന് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇവിടെ എന്താണ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കാരണം ലിസ്റ്റ് റണ്ണിങ് ആണ് അല്ലേ. ലിസ്റ്റ് ഇപ്പോൾ നിലവിലുണ്ട്. ലിസ്റ്റ് ഉടനെ തന്നെ അതിന്റെ കാലാവധി അവസാനിക്കും. അതിനുശേഷം വരുന്ന വേക്കൻസികളായിരിക്കും നമുക്ക് റിപ്പോർട്ട് ആവുക. കഴിഞ്ഞ പ്രാവശ്യം കമ്പനി കോർപ്പറേഷൻ 669 പേരുടെ മെയിൻ ലിസ്റ്റുള്ള റാങ്ക് ലിസ്റ്റാണ് വന്നിട്ടുള്ളത്. 59 മാർക്കായിരുന്നു കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെടുത്തിയുള്ള അഡ്വൈസ് ഇപ്പോൾ നിലവിൽ എത്ര മൊത്തം OC 177 വരെ തീർന്നു പോയിട്ടുണ്ട് ഇപ്പോൾ കേട്ടോ. അഡ്വൈസ് കഴിഞ്ഞിട്ടില്ല. ഏകദേശം 200 പേരെ അഡ്വൈസ് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനകത്ത്. അതുപോലെ EWS 141 വരെ പോയിട്ടുണ്ട്. ഈഴവ 133 വരെ, SC 501 വരെ പോയിട്ടുണ്ട്. ST ഫുള്ള് ലിസ്റ്റ് കഴിഞ്ഞ് സപ്ലിമെന്ററി 5ാമത്തെ റാങ്ക് വരെ പോയിട്ടുണ്ട്. മുസ്ലിം 117. അതുപോലെ LC അല്ലെങ്കിൽ AI വിത്തിൻ OC-ക്കകത്താണ്. OBC OC-ക്കുള്ളിലാണ്, വിശ്വകർമ്മ OC-ക്കുള്ളിലാണ്, SIUC നാടാർ OC-ക്കുള്ളിലാണ്, ഹിന്ദു നാടാർ OC-ക്കുള്ളിലാണ്. SC-CC മാത്രമാണ് സപ്ലിമെന്ററി കഴിഞ്ഞ് പോയിട്ടുള്ളത്. ധീവര 246 വരെ പോയിട്ടുണ്ട്. ഇതാണ് ഇപ്പോഴത്തെ നിലവിലത്തെ അഡ്വൈസ് ഡീറ്റെയിൽസ്. മൊത്തം ഒരു 200ഓളം അഡ്വൈസ് ആണ് ഈ ഒരു ലിസ്റ്റിന്റെ കാലാവധി കഴിയുന്ന സമയത്ത് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ പരീക്ഷ മിക്കവാറും അടുത്ത വർഷത്തിലേക്കായിരിക്കും വരാൻ സാധ്യതയുള്ളത്. അതായത് ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസത്തിലേക്ക് മാറാൻ സാധ്യതയുണ്ട്. എങ്ങനെയായാലും നമുക്കൊരു 5 മുതൽ 6 മാസം അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്യാൻ കിട്ടും. ഒരു സംശയം വേണ്ട. അതിനുള്ളിൽ നമ്മൾ പ്രിപ്പയർ ചെയ്ത് സെറ്റ് ആവണം. അപ്പോൾ പരീക്ഷ കഴിഞ്ഞ് അടുത്ത ജൂണോട് കൂടി ഇതിന്റെ ലിസ്റ്റ് അവസാനിക്കും കേട്ടോ. ആ ജൂണോട് കൂടി നമ്മുടെ ലിസ്റ്റ് വരുന്ന രീതിക്കായിരിക്കണം. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ പുറത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ കഴിഞ്ഞ LD ടൈപ്പിസ്റ്റ് പരീക്ഷയിലാണ് നമ്മൾ സഹകാരി ആദ്യമായിട്ട് നമ്മുടെ ഒരു വലിയ ഗ്രൂപ്പിനെയും കൊണ്ട് നമ്മൾ പരീക്ഷയ്ക്ക് ഇരുത്തുന്നത്. അപ്പോൾ നിലവിൽ ആലപ്പുഴ ജില്ലയിൽ ഫസ്റ്റ്, തേർഡ്, അതുപോലെ നമുക്ക് എല്ലാ ജില്ലയും ഞാനിവിടെ വന്നിട്ടില്ല. അതുപോലെ നമ്മുടെ യൂണിവേഴ്സിറ്റി കമ്പ്യൂട്ടേഴ്സിന്റെ പരീക്ഷ എടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഹൃദയക്കായിരുന്നു സ്റ്റേറ്റ് വൈഡ് ആയിട്ടുള്ള ഫസ്റ്റ് റാങ്ക്. ഇദ്ദേഹം ട്രിവാൻഡ്രം ജില്ലയിൽ 3ാം റാങ്ക് ഹോൾഡർ ആയിരുന്നു. അതേപോലെ സ്റ്റേറ്റ് വൈഡ് 3rd റാങ്ക് അഖിലിനായിരുന്നു, ലൈക്ക് നമ്മുടെ യൂണിവേഴ്സിറ്റി കമ്പ്യൂട്ടേഴ്സിന്റെ പരീക്ഷയിൽ. അപ്പോൾ അത്തരത്തിൽ ഈ കുട്ടികൾ ഇതുപോലെ ഒത്തിരി ആൾക്കാർ നമുക്ക് നിലവിൽ ഈ സഹകാരിയിലൂടെ നമ്മുടെ ടൈപ്പിസ്റ്റ് പരീക്ഷകളിൽ റാങ്ക് ലിസ്റ്റിലൂടെ കയറി ജോലി കയറുന്ന വളരെ സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള സന്തോഷകര നിമിഷങ്ങളാണ് നിങ്ങളും സ്വപ്നം കാണുന്നത്. അപ്പോൾ ഈ വരുന്ന കമ്പ്യൂട്ടേഴ്സിന്റെ പരീക്ഷയിൽ നമുക്ക് ആദ്യ റാങ്കുകളിലേക്ക് ഉറപ്പാക്കണം, നമ്മുടെ പൊസിഷൻ നമുക്ക് ഉറപ്പാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പിന്നെ ഒരിക്കലും എടുത്ത് പറയുന്നത് നമ്മുടെ സ്ട്രാറ്റജിയിലാണ് നമ്മൾ മുറുക്ക പിടിക്കുന്നത്. നമുക്കൊരു ഓഫ്ലൈൻ ക്ലാസ്സിൽ എന്ന പോലെ ഡെയിലി വർക്കൗട്ട് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റണം. അതുപോലെ വീക്കിലി പരീക്ഷകൾ കൃത്യമായിട്ട് എഴുതി, മന്ത്ലി മത്സര പരീക്ഷകൾ എഴുതി വലിയൊരു ഗ്രൂപ്പിനോട് മത്സരിച്ച് മുന്നോട്ട് പോകാൻ പറ്റണം. അങ്ങനെ ചെയ്താൽ മാത്രമേ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ട് നിങ്ങൾക്ക് നേരിട്ട് ഞാൻ വരുന്നുണ്ട്, ഗൂഗിൾ മീറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഗൂഗിൾ മീറ്റ് സംബന്ധിക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം: താഴെ കാണുന്ന ഫോൺ നമ്പറിൽ നിങ്ങളുടെ പേരും ജില്ലയും അതുപോലെ LD ടൈപ്പിസ്റ്റ് എന്ന കോഡും കൂടെ വാട്സാപ്പ് ചെയ്യുക. നമുക്ക് ഗൂഗിൾ മീറ്റിൽ നേരിട്ട് സംബന്ധിക്കാം. ഫുൾ പവർ ആയിട്ട് അല്ലേ, നമുക്ക് ത്രൂ ഔട്ട് ദ കോഴ്സ്, നമ്മുടെ കോഴ്സ് അവസാനിക്കുന്നവരെ മറ്റൊരു തലത്തിലേക്ക് നമ്മുടെ ഒരു ഭൗതിക തല ഉയർത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും സൗജന്യ വെബിനാറിലേക്ക് സ്വാഗതം. നമുക്ക് ഗൂഗിൾ മീറ്റിൽ നേരിട്ട് കാണാം.